ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശോഭാ സുരേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആലപ്പുഴയിൽ ജില്ലയിൽ എത്തുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എത്ര മണിക്കാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ നിശ്ചയിച്ചതോടൊപ്പം കുട്ടിക്കലാശത്തിൻ്റെ മറ്റ് വിവരങ്ങൾ കൂടി. കെ.പി. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആലപ്പുഴയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഹെലിപാഡിലേക്ക് രാവിലെ 10 മണിയോടുകൂടി അദ്ദേഹം എത്തിച്ചേരും. തുടർന്ന് റോഡ് മാർഗം 9 കിലോമീറ്ററോളം സഞ്ചരിച്ച് 10:15 ഈ പരിപാടി നടക്കുന്ന പുന്നപ്ര കാർമൽ പോളിടെക്നിക് കോളേജ് ഗ്രൗണ്ടിലെത്തും. അവിടെയാണ് പൊതുസമ്മേളനം നടക്കുക. ഈ പൊതുസമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. 40 മിനിറ്റത്തെ പരിപാടിയാണ് അമിത്ഷായ്ക്ക് ഇന്ന് ആലപ്പുഴയിലുള്ളത്. എന്തായാലും അതിനുള്ള അവസാനവട്ട ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയാകുകയാണ്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ആലപ്പുഴയിലെ ബീച്ചിന് സമീപമുള്ള ഹെലിപാഡാണ്. അവിടെ അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം തന്നെ നടക്കുകയാണ്. 10 മണിയോടുകൂടി തന്നെ അദ്ദേഹം ഈ ഹെലിപാഡിലേക്ക് എത്തും. റോഡ് മാർഗം കാർമൽ പോളിടെക്നിക്കിലേക്ക് എത്തും. അത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ കാർമൽ പോളിടെക്നിക്കിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ NDAയുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ അടക്കമുള്ള ആളുകൾ പങ്കെടുക്കും. മാത്രമല്ല സാധാരണക്കാരും പ്രവർത്തകരുമായ 25,000-ലധികം ആളുകളും പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അതിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകളൊക്കെ തന്നെ ഇവിടെ ഹെലിപാഡിലും ഒപ്പം തന്നെ കാർമൽ പോളിടെക്നിക്കിലെ ഗ്രൗണ്ടിലും ഒക്കെ തന്നെ പൂർത്തിയാവുകയാണ്. നമുക്കറിയാം, ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ BJP NDA വിജയസാധ്യത വെച്ചു പുലർത്തുന്ന വിജയസാധ്യത ഉറപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ. ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം, ഒപ്പം തന്നെ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ എല്ലാം തന്നെ ഇത്തവണ NDAക്ക് അനുകൂലമാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പ്രചാരണം തുടങ്ങിയത് തന്നെ. ശോഭാ സുരേന്ദ്രൻ പ്രചാരണം തുടങ്ങി 1.5 മാസം പിന്നിട്ടു. ഇന്ന് ഈ പ്രചാരണത്തിന്റെ അവസാന ദിവസം, പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ആഭ്യന്തരമന്ത്രി ആലപ്പുഴയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം തന്നെയാണുള്ളത്. എന്തായാലും ഈ 3 മണിയോടുകൂടി ഈ റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾ, പരസ്യപ്രചാരണത്തിന്റെ അവസാനം കുട്ടിക്കലാശത്തിന് മുന്നോടിയായുള്ള റോഡ് ഷോ 3 മണിയോടുകൂടി കളർകോടുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിക്കും. തുടർന്ന് ഈ റോഡ് ഷോ, ഈ 3 മുന്നണികൾക്കും റോഡ് ഷോയ്ക്ക് പ്രത്യേക സ്ഥലങ്ങൾ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. NDAയുടെ റോഡ് ഷോ നടക്കുന്നത് ആലപ്പുഴ മുല്ലയ്ക്കൽ ആണ്. മുല്ലയ്ക്കലേക്ക്, കളർകോട് നിന്നും മുല്ലയ്ക്കലേക്കുള്ള ദൂരം റോഡ് ഷോ ആയി സ്ഥാനാർത്ഥിയും പ്രവർത്തകരും അടക്കമുള്ള ആളുകൾ എത്തുന്നുണ്ട്. മാത്രമല്ല, ചലച്ചിത്ര താരം ശരത് കുമാർ അടക്കമുള്ള ആളുകൾ ഇന്നലെ മുതൽ തന്നെ മണ്ഡലത്തിൽ ചേർത്തലയിലും ആലപ്പുഴയിലും ഒക്കെ പ്രചാരണ രംഗത്തുണ്ട്. എന്തായാലും ശരത് കുമാർ അടക്കമുള്ള ആളുകൾ ഇന്ന് ഈ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിപുലമായ ഒരുക്കങ്ങൾ തന്നെയാണ് ഇതിനായി NDA നേതൃത്വം തയ്യാറാക്കിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള കൊട്ടിക്കലാശം തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 3 മുന്നണികൾക്കും പ്രത്യേക സ്ഥലങ്ങൾ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ഇടതുമുന്നണിക്ക് സക്കറിയ ബസാറിലും ഒപ്പം തന്നെ ആലപ്പുഴ നഗരത്തിലാണ് UDFന്റെ കൊട്ടിക്കലാശം നടക്കുന്നത്. ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് മുന്നണികളെല്ലാം തന്നെ. NDAയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനം തന്നെ വലിയ പ്രവർത്തകരുടെ ഇടയിൽ വലിയ ആവേശം ഉണർത്തിയിട്ടുണ്ട്. ഈ 10 മണിയോടുകൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തുന്നു, 10:15 പരിപാടി തുടങ്ങുന്നു. ആ രീതിയിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്. ഹെലിപാഡിന് സമീപം സുരക്ഷാ പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. ഈ വലിയ ആവേശത്തിൽ തന്നെയാണ് ആലപ്പുഴ ഉള്ളത്. KP.